നമ്മളിന്നൊരു ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത്. അത് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. 1 കപ്പ് ചെറുപയർ പരിപ്പ് വറുത്തത്, 250 ഗ്രാം ശർക്കര, 150 ഗ്രാം തേങ്ങാപ്പാലിൻ്റെ പൊടി, 2 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് കിസ്മിസ്, പിന്നെ ചുക്കും ജീരകവും ഏലക്കയും കൂടി പൊടിച്ചെടുത്തത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടിയത്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെറുപയറിൻ്റെ പായസം എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് ചെറുപയർ പരിപ്പിൻ്റെ ഇരട്ടി വെള്ളം, ഇവിടെ ഞാൻ 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്, 2 കപ്പ് വെള്ളം, അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യിൽ നിന്ന് 1 ടീസ്പൂൺ നെയ്യ്, ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് ഒരു 2 വിസിൽ വരുന്നിടം വരെ കുക്കറിൽ നിന്ന് വേവിച്ചെടുക്കാം. ഇനി ശർക്കര ഒരു പാനിലിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കതൊന്ന് അലിയിച്ചെടുക്കാം. കറക്റ്റ് പാകത്തിന് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ചെറുപയർ പരിപ്പ്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ആദ്യം ഒഴിച്ചു കൊടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ച് നന്നായി വറ്റി വെള്ളമില്ലാത്ത പോലെ ആകുന്ന സമയത്ത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ശർക്കരപ്പാനി ചേർത്ത് ചെറുപയർ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം വളരെ കുറവാണ്. ആ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന നെയ്ക്കകത്തേക്ക് കാഷ്യൂനട്ടും കിസ്മിസും വറുത്തിടാം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകം, ചുക്ക്, ഏലക്ക, ഇത്രയും സാധനങ്ങൾ ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാൻ ഓൾറെഡി മിക്സിയിൽ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പൊടിയും കൂടി ഇടുമ്പോഴാണ് ആ പായസത്തിൻ്റെ നല്ലൊരു വാസന നമുക്ക് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ പരിപ്പിൻ്റെ പായസം നമുക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയത്ത് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.